ഒരു സ്വപ്നം പോലെ വനിതാ വേൾഡ് കപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ശേഷം സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ടീമുകളോട് തോൽവി വഴങ്ങിയതോടെ ഇന്ത്യൻ സെമി പ്രതീക്ഷ തുലാസിൽ ആടിയ നിമിഷമായിരുന്നു. ശക്തരായ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് തിരിച്ചുവരവ് നടത്തി ടീം ഇന്ത്യ സെമിയിൽ കടന്നു. പ്രാഥമിക റൗണ്ട് കലാശ പോരാട്ടം മഴയിൽ മുങ്ങി. സെമിയിൽ ശക്തരായ നിലവിലുള്ള കഴിഞ്ഞ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ എന്നറിഞ്ഞപ്പോൾ പ്രതീക്ഷകൾക്ക് ലേശം മങ്ങലേറ്റിരുന്നു. ഇന്നലെ ടോസിനിറങ്ങുമ്പോൾ ആർക്ക് ടോസ് കിട്ടിയാലും ബൗളിംഗ് തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഇത്തിരി പ്രതീക്ഷ മുട്ടിട്ടു. കാരണം ഇവിടെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് നേടുന്ന ഒരുമാതിരിയുള്ള സ്കോർ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓസ്ട്രേലിയയുടെ ആ തീരുമാനം നമുക്ക് ഗുണം ചെയ്യുകയായിരുന്നു. നമ്മുടെ ബൗളിങ്ങിനെ തച്ചുതകർത്ത് മുന്നേറിയ ഓസീസിനെ 30 ഓവറിന് ശേഷമാണ് അല്പമെങ്കിലും മെരുക്കാൻ കഴിഞ്ഞത്. ഒരു ബോൾ ശേഷിക്കെ ഓസ്ട്രേലിയ ഓൾ ഔട്ടാകുമ്പോൾ സ്കോർ ബോർഡിൽ 338 റൺസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നിരയിൽ സ്മൃതിക്കൊപ്പം മികച്ച ഓപ്പണിംഗ് പ്ലെയറായിരുന്ന പ്രതിക റവാൽ പരിക്കേറ്റതിനു പകരം വന്നത് വെർമ്മയായിരുന്നു. പതിവ് പോലെ പെട്ടെന്ന് ഔട്ടായി ന്യൂസിലാൻഡിനെതിരെ നിർത്തിയെടുത്തു നിന്നും ജമീമ റോഡ്രിഗസ് തുടങ്ങി. സ്മൃതിയും ഔട്ടായതോടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് ഇറങ്ങി ഇവരുടെ കൂട്ടുകെട്ട് പ്രതീക്ഷകൾ നൽകി മുന്നേറി. കളിയുടെ കടിഞ്ഞാൺ പതിയെ ഇന്ത്യൻ സൈഡിലേക്ക് വരുന്ന ഘട്ടത്തിൽ കൗർ ഔട്ടായി പകരം ദീപ്തി ശർമ്മ വരുന്നു. ഒരറ്റത്ത് ജമീമ തൻ്റെ മികച്ച കളിയുമായി സെഞ്ചുറിയിലേക്ക്. ഇതിനിടെ ദീപ്തി ജമീമയുടെ ക്ലിക്ക് സിംഗിൾ ശ്രമത്തിൽ ഔട്ടായി. പകരം റിച്ച ഘോഷ് വരുന്നു. പിന്നീട് എല്ലായ്പ്പോഴും കളിയുടെ കടിഞ്ഞാൺ ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. റിച്ച ഘോഷ് മികച്ച ഏതാനും ഷോട്ടിലൂടെ കളി വരുതിയിൽ നിർത്തി. അപ്പോഴും സെഞ്ചുറി നേടി റോഡ്രിഗസ് മറുവശത്ത് മികച്ച ഷോട്ടുകളുമായി ഓസ്ട്രേലിയയെ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു മോശം ഷോട്ടിന് ശ്രമിച്ച റിച്ച ഔട്ടാകുന്നു. പിന്നീട് വന്ന അമൻജോത് കൗറിന് അധികം വെച്ചു താമസിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ റൺമല നമ്മുടെ ചുണക്കുട്ടികൾ കീഴടക്കിയപ്പോൾ അതൊരു ചരിത്രം തീർക്കുകയായിരുന്നു. വനിതാ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ വനിതകൾ 7 തവണ ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയ വനിതകളെ പരാജയപ്പെടുത്തുന്നത്. വനിതാ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ 3ാം തവണയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിക്കുന്നത്. ഇതുവരെ കപ്പുയർത്താൻ നമ്മുടെ പെൺകുട്ടികൾക്കായിട്ടില്ല. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഫൈനലിൽ ഇന്ത്യക്ക് ഞായറാഴ്ച എതിരാളികളായിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയാണ്. ജമീമ റോഡ്രിഗസിനെ പറ്റി പറയാതെ പോകാനാവില്ല. അത്രമാത്രം മികച്ചൊരു അപരാജിത ഇന്നിങ്സ് ആയിരുന്നു നിർണായക 2 മത്സരങ്ങളിലും അവൾ കാഴ്ചവെച്ചത്. ന്യൂസിലാൻഡിനെതിരെയുള്ള അപരാജിത മിന്നും ഹാഫ് സെഞ്ചുറി. ഇതാ ലോക ചാമ്പ്യന്മാർക്കെതിരെയുള്ള അപരാജിത സെഞ്ചുറി. ഇന്ത്യൻ ടീമിൽ ഇത്രമാത്രം എനർജറ്റിക്കായ കളിക്കാരിയെ അധികം കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും മികച്ച സപ്പോർട്ടുമായി ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ജമീമ റോഡ്രിഗസ്, സ്മൃതി മന്ദന, പ്രതിക റവാൽ, ഹർമൻപ്രീത്, ദീപ്തി ശർമ്മ ഇവരുടെ മികച്ച പ്രകടനങ്ങളുടെ മികവിലാണ് ഇന്ത്യയുടെ മുന്നേറ്റം ഈ ഫൈനൽ വരെ എത്തി നിൽക്കുന്നത്. റിച്ച ഘോഷ് മികച്ച താരമാണ്, പക്ഷേ മികച്ച വിക്കറ്റ് കീപ്പർ അല്ല. നമ്മൾ തോറ്റ നിർണായക മത്സരങ്ങളിൽ പല ക്യാച്ചുകൾ, സ്റ്റാമ്പിംഗ് ഇവയെല്ലാം നഷ്ടപ്പെടുത്തിയത് തോറ്റ 3 മത്സരങ്ങളിലും നിർണായകമായി. 2011 പുരുഷ ടീം ഇന്ത്യയിൽ നടത്തിയ വേൾഡ് കപ്പ് നേടിയ അതേ സിറ്റുവേഷനിലാണ് ഈ ടീമും. ഞായറാഴ്ച ചരിത്ര നിമിഷം തീർക്കാൻ നിങ്ങളോടൊപ്പം സപ്പോർട്ടുമായി 145 കോടി ജനങ്ങളുണ്ട്. കമോൺ ഇന്ത്യ, നിങ്ങൾ ജയിച്ചു വരും.